ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു കൊടൈക്കനാലിൽ നിന്ന് മൂന്നാറിലേക്ക് പോയ ടൂറിസ്റ്റ് ബസ് രാജാക്കാട് തേക്കിൻകാനത്തെ വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞത്. 50 അടിയോളം താഴേക്ക് വീണ ബസ്സിൽ ആകെ 45 പേരുണ്ടായിരുന്നു. തിരുവനന്തപുരം വെള്ളനാട് സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 41 വിദ്യാർത്ഥികളും 2 രക്ഷിതാക്കളും 2 ബസ് ജീവനക്കാരുമാണ് അപകടത്തിൽപ്പെട്ടത്. ശാസ്തമംഗലം സ്വദേശികളായ ജിതിൻ, ശ്രീജേഷ്, തിരുവനന്തപുരം സ്വദേശി വിഘ്നേഷ്, കളമശ്ശേരി അമ്പലമുകൾ സ്വദേശി ഷൈജു, തിരുവനന്തപുരം നന്ദൻകോട് സ്വദേശി ശരത്ചന്ദ്രൻ എന്നിവരെ തിരിച്ചറിഞ്ഞു. മൃതദേഹങ്ങൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലും രാജാക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിലുമായി സൂക്ഷിച്ചിരിക്കുകയാണ്. 41 വിദ്യാർത്ഥികളിൽ 28 പേർ ആൺകുട്ടികളും 13 പേർ പെൺകുട്ടികളുമാണ്. പരിക്കേറ്റവരെ ഇടുക്കിയിലും എറണാകുളത്തുമുള്ള വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ടവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. സീരിയസ് ആയിട്ട് പരിക്ക് പറ്റിയവരിൽ അവരെ ആംബുലൻസിൽ മൂവ് ചെയ്യാൻ പറ്റുന്നവരെ ഏറ്റവും നല്ല ഹോസ്പിറ്റൽസിലേക്ക് മാറ്റുന്നതിന് വേണ്ട നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ അനുമതിയോടെയല്ല വിനോദയാത്ര പോയതെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. സ്റ്റഡി ലീവിലായിരുന്ന വിദ്യാർത്ഥികളാണ് വിനോദയാത്രയ്ക്ക് പോയത്. അതിനാൽ അധ്യാപകരാരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല. ഇന്ത്യ വിഷൻ, ഇടുക്കി.